സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ആരോഗ്യവകുപ്പ് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഉടൻ തന്നെ അടിയന്തരമായിട്ട് ജോലിയിൽ പ്രവേശിക്കുക എന്നതാണ് നിർദ്ദേശം. വിനയ രാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഈ അന്ത്യശാസനം എന്ന് പറയുന്നത് സമരം ഉടൻ നിർത്തുക, നേരാവണ്ണം നിങ്ങളുടെ വർക്കിലേക്ക്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ആശാ വർക്കർ എന്നാണ്, ആ വർക്കിലേക്ക് നിങ്ങൾ തിരിയുക എന്നാണോ? തീർച്ചയായും കഴിഞ്ഞ 16 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ് ഇത്തരത്തിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ആശാ വർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ പണിമുടക്ക് തുടരുകയാണെങ്കിൽ തന്നെ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഈ സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായിട്ടുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണമെന്നും ഈ സർക്കുലറിൽ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാ വർക്കർമാർക്ക് അമിത ചുമതല നൽകണം, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും ഈ സർക്കുലറിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാനമായും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഈ ആശാ വർക്കർമാരുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കണക്ക് ശേഖരണം ആരോഗ്യ വകുപ്പ് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ DMOമാരുടെ നേതൃത്വത്തിൽ ഈ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും ഗൂഗിൾ ഫോം വഴിയായിരുന്നു കണക്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഈ 2 ആഴ്ചയായിട്ടും ഈ ചർച്ചയ്ക്കൊന്നും സർക്കാർ വിളിക്കാത്തതടക്കം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. ഈ ആശാ വർക്കർമാർ പണിമുടക്ക് തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. 2 ആഴ്ചയായി ഇതിൽ ഈ ആശാ വർക്കർമാർ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ പിന്തുണ അർപ്പിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ദിനംപ്രതി ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇവർക്ക് പിന്തുണയേറുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. പ്രധാനമായും അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അന്ത്യശാസനം മര്യാദയ്ക്ക് നേരെ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുക. എന്നാൽ ആശാ വർക്കർമാരുടെ മുമ്പിലേക്ക്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ പ്രവർത്തകരുടെ മുമ്പിലേക്ക് അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസിന്റെ പ്രതിനിധികളെത്തും. ആശാ വർക്കർമാർക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ആരോഗ്യവകുപ്പിന്റെ ഈ അന്ത്യശാസനം അനുസരിച്ച് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് നേരെ ജോലിക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ അവരുടെ ഉത്തരം തേടേണ്ടതുണ്ട്. അവയിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുൻപ് ഇപ്പോഴത്തെ ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക് പോകാം.